നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ മൂന്നാമത്തെ പാഠമായ ഇലക്ട്രോ കെമിസ്ട്രിയെ കുറിച്ചാണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്നതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ റിഡോക്സ് റിയാക്ഷൻ അഥവാ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അത് നമ്മൾ പ്ലസ് 1 8ാമത്തെ പാഠമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. What is electrochemistry? Electrochemistry is the branch of science or branch of chemistry which deals with the study of production of electricity from a spontaneous chemical reaction or by using electrical energy to carry out a non-spontaneous chemical reaction. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ബാറ്ററീസ്, ഇപ്പോൾ വാച്ചിൽ ഉപയോഗിക്കുന്ന ബട്ടൺസിൽ ഓർ മെർക്കുറിക് സെൽ, ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ഡ്രൈ സെൽ, ഓട്ടോമൊബൈൽസിൽ ഉപയോഗിക്കുന്ന ലെഡ് സ്റ്റോറേജ് ബാറ്ററി പോലത്തെ ബാറ്ററീസൊക്കെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷനാണ്. അവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ് ആ സെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട്. അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് സോഡിയം, പ്രൊഡക്ഷൻ ഓഫ് ഓക്സിജൻ ഗ്യാസ്, പ്രൊഡക്ഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഇലക്ട്രോ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷനാണ്. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറിന്റെ ഫലമായിട്ടാണ് ഓക്സിജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫ്യൂവൽ സെല്ലുകൾ, അതുപോലെ നമ്മുടെ ബോഡിയിലെ ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ഫ്രം സെൽ ടു ബ്രെയിൻ, വൈസ് വേഴ്സ, തിരിച്ചും ബ്രെയിൻ ടു സെൽ, ഇതെല്ലാം ഇലക്ട്രോ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നിത്യജീവിതത്തിൽ നമ്മളുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി. അതിൻ്റെ ഏറ്റവും ചെറിയ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പ്ലസ് 2 ഈ മൂന്നാമത്തെ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്ലസ് 1 നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ് ആണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. നമുക്കറിയാം, ഇലക്ട്രോ കെമിക്കൽ സെൽ ഇതൊരു ഡിവൈസാണ്. ഇലക്ട്രോ കെമിക്കൽ സെൽ ഒരു ഡിവൈസാണ്. ഇത് 2 തരമാണ്. ആരൊക്കെയാണ്? ഒന്ന് വോൾട്ടായിക് സെൽ, ഇയാൾക്ക് വേറൊരു പേര് കൂടി ഉണ്ട്, ഗാൽവാനിക് സെൽ. വോൾട്ടായിക് സെൽ ഓർ ഗാൽവാനിക് സെൽ. മറ്റൊരു സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഇലക്ട്രോലൈറ്റിക് സെൽ. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് ആദ്യത്തെ പഠിക്കേണ്ടത്. അതിൽ വോൾട്ടായിക് സെൽ ഓർ ഗാൽവാനിക് സെൽ, ഇലക്ട്രോലൈറ്റിക് സെൽ. വാട്ട് ഈസ് വോൾട്ടായിക് സെൽ? 2 ഫേമസ് ആയ 2 സയന്റിസ്റ്റുകളുടെ പേരിൽ നിന്നാണ് വന്നത്. ഒന്ന് അലസാൻഡ്രോ വോൾട്ട, ലൂയിഗി ഗാൽവാനി. ഇവരാണ് ആദ്യമായിട്ട് ഇലക്ട്രോ കെമിക്കൽ സെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് വോൾട്ടായിക് സെൽ ഓർ ഗാൽവാനിക് സെൽ. ദ ഡിവൈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. എവിടുന്ന്? ഫ്രം എ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. സോ ദ ഡിവൈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഫ്രം എ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. അത്തരം സെല്ലാണ് വോൾട്ടായിക് സെൽ ഓർ ഗാൽവാനിക് സെൽ. ഇതിനൊരു ബെറ്റർ എക്സാമ്പിൾ നമ്മൾ പ്ലസ് 1 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. 2 ഇലക്ട്രോലൈറ്റിക് സെൽ. ഇലക്ട്രോലൈറ്റിക് സെല്ല് മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ഓൾസോ എ ഡിവൈസ്. ഒരു ഡിവൈസ് ആണ് യൂസ്ഡ് ടു ക്യാരിഡ് ഔട്ട് എ നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. ഒരു നോൺ സ്പോണ്ടേനിയസ് ആയ കെമിക്കൽ റിയാക്ഷൻ നടത്തുക. സോ യൂസ്ഡ് ടു ക്യാരിഡ് ഔട്ട് എ നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി. ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടത്തുക. അതിന് നമ്മൾ വിളിക്കുന്നതാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ്. അപ്പൊ ഇലക്ട്രോളിസിസ് നടത്തുന്ന സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. അപ്പൊ നമ്മൾ 2 പോയിന്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഇലക്ട്രോളിസിസ് നടത്തുന്നത്. ഇത് 2 നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി ഈ ചാപ്റ്റർ നമ്മൾ ഇത് 2 പഠിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ ഫസ്റ്റ് സെല്ലായ ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെല്ലിനെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെല്ലിന്റെ ഉദാഹരണമാണ് ഡാനിയൽ സെൽ.
ഡാനിയൽ സെല്ല് പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചതാണ്. സിങ്ക് പ്ലസ് CuSO4 SO4 Cu. അതിന്റെ ഡയഗ്രാമാണ് ഈ നൽകിയിരിക്കുന്നത്. സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇലക്ട്രിക് വയർ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. വോൾട്ട് മീറ്റർ ഉണ്ട്. യു ഷേപ്പ് ട്യൂബ് കൊണ്ട് കണക്ട് ചെയ്തു. യു ഷേപ്പ് ട്യൂബിന്റെ പേരാണ് സാൾട്ട് ബ്രിഡ്ജ്. ഇനി ഈ സിങ്ക് റോഡ് ഓക്സിഡേഷന് വിധേയമാവും. അഥവാ ഒരു ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ രണ്ട് പോർഷൻ ആയിട്ട് കണക്കാക്കണം. ഫസ്റ്റ് വൺ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ഓർ ഓക്സിഡേഷൻ ഹാഫ് സെൽ, റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ഓർ റിഡക്ഷൻ ഹാഫ് സെൽ. അതിൽ സിങ്ക് ഓക്സിഡേഷന് വിധേയമായിട്ട് Zn2++2 ഇലക്ട്രോൺ. അപ്പൊ ഈ സിങ്ക് റോഡ് സിങ്ക് 2++2 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇലക്ട്രോൺ ഇലക്ട്രിക് വയറിലൂടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യും. അവിടെ കോപ്പർ 2+ ഈ രണ്ട് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് കോപ്പർ ഓഫ് റിഡക്ഷൻ ഹാഫ് സെൽ. അപ്പൊ എല്ലാ ഡാനിയൽ സെല്ലും രണ്ട് ഹാഫ് സെൽ ഉണ്ട്. ഓക്സിഡേഷൻ ഹാഫ് സെൽ, റിഡക്ഷൻ ഹാഫ് സെൽ. ഓക്സിഡേഷൻ ഹാഫ് സെല്ലില് ഓക്സിഡേഷൻ നടക്കുന്നു. ഓക്സിഡേഷൻ നടക്കുന്ന ഈ ഹാഫ് സെൽ ആനോഡ് എന്നാണ് വിളിക്കുക. അതിന് ഓർത്തു വെക്കാൻ നമ്മൾ വിളിക്കുക ആനോക്സ്. ആനോക്സ് മീൻസ് ഓക്സിഡേഷനിൽ നടക്കുന്ന സ്ഥലത്ത് ആനോഡ് അഥവാ ആനോഡിൽ ഓക്സിഡേഷൻ. ഇനി റിഡക്ഷൻ നടക്കുന്ന സ്ഥലം നമ്മൾ കാഥോഡ് എന്ന് വിളിക്കും. അതിനെ ഓർത്തു വെക്കാൻ നമ്മൾ വിളിക്കുക റെഡ് ക്യാറ്റ്. റെഡ് ക്യാറ്റ് റിഡക്ഷൻ അറ്റ് കാഥോഡ്. ഓവറോൾ റിയാക്ഷൻ Zn+Cu2+ gives Zn2++Cu അയോണിക് ഇക്വേഷൻ ആണ്. ഇലക്ട്രോൺ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഫ്ലോ ചെയ്യുകയും വോൾട്ട് മീറ്ററിൽ കറണ്ട് റീഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒരു ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ. ഇവിടെ അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സെല്ല് മനസ്സിലാക്കേണ്ട രണ്ട് ഹാഫ് സെല്ലുകളുണ്ട്. ഓക്സിഡേഷൻ ഹാഫ് സെൽ, റിഡക്ഷൻ ഹാഫ് സെൽ. ഓക്സിഡേഷൻ ഹാഫ് സെൽ ഓക്സിഡേഷൻ നടക്കുന്നു, അതിന്റെ സ്ഥലം പേര് ആനോഡും. റിഡക്ഷൻ ഹാഫ് സെൽ റിഡക്ഷൻ നടക്കുന്നു, പേര് കാഥോഡ് എന്ന് വിളിക്കുന്നു. ആനോഡിന്റെ ചാർജ് നെഗറ്റീവാണ്, കാഥോഡിന്റെ ചാർജ് പോസിറ്റീവാണ്. ഇൻ ഷോർട്ട് നമ്മൾ ഇതിനെ ലോൺ എന്ന് വിളിക്കും. ലോൺ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഓക്സിഡേഷൻ ആണ്, അതിനെ ആനോഡ് എന്ന് വിളിക്കുന്നു, ചാർജ് നെഗറ്റീവ് എന്ന് വിളിക്കും. ലോണിന്റെ ഓപ്പോസിറ്റ് അപ്പുറം പഠിച്ചാൽ മതി. ലെഫ്റ്റ് റൈറ്റ്, ഓക്സിഡേഷൻ ഓപ്പോസിറ്റ് റിഡക്ഷൻ, ആനോഡിന്റെ ഓപ്പോസിറ്റ് കാഥോഡ്, നെഗറ്റീവിന്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ്. സോ RRCP എന്നതാണ് ഡാനിയൽ സെല്ലിന്റെ വലത്തെ സൈഡ്, ലോൺ ആണ് ഡാനിയൽ സെല്ലിന്റെ ഇടത്തെ സൈഡ്. സോ ഇതാണ് ഡാനിയൽ സെല്ല് എന്ന ഫസ്റ്റ് ഗാൽവാനിക് സെല്ല്. ഇതുപോലത്തെ ധാരാളം ഗാൽവാനിക് സെല്ലുകൾ ജനറേറ്റ് ചെയ്യാം വേരിയസ് മെറ്റലും സാൾട്ടും ഉപയോഗിച്ച്. ഏറ്റവും ടിപ്പിക്കലായ ഉദാഹരണമാണ് ഡാനിയൽ സെൽ. ഇനി എന്താണ് സാൾട്ട് ബ്രിഡ്ജ്? ഇറ്റ് ഈസ് എ U-shaped tube containing strong inert electrolyte like KNO3, K2SO4, etc. What is the role of salt bridge? Salt bridge maintain the electrical neutrality of the galvanic cell. ഡാനിയൽ സെല്ല് ഈ ഗാൽവാനിക് സെല്ല് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമെന്നതാണ് ഈ സാൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ ആയിട്ട് കണക്കാക്കേണ്ടത്. അത് നമ്മൾ +1 ഡിസ്കസ് ചെയ്തതാണ്. ഇതാണ് ഒരു ഗാൽവാനിക് സെല്ലിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. സോ ഐ റിപ്പീറ്റ്, ഗാൽവാനിക് സെൽ ഹാസ് 2 പോർഷൻ. ഒരു ഡാനിയൽ സെൽ ഹാസ് 2 പോർഷൻ. ഒന്ന് ഓക്സിഡേഷൻ ഹാഫ് സെൽ, രണ്ട് റിഡക്ഷൻ ഹാഫ് സെൽ. The half cell at which oxidation takes place, zinc on oxidation gives zinc 2++2 electron. Reduction half cell, the half cell at which reduction takes place, copper 2+ gain 2 electron to form copper. This copper deposited on the copper electron. അപ്പോൾ കോപ്പറിന്റെ മുകളിൽ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും, സിങ്ക് 2+ ആയിട്ട് ഇവിടുത്തെ എമൗണ്ട് കുറഞ്ഞു വരികയും ചെയ്യും. ഈ ഡിവൈസിന്റെ പേരാണ് ഗാൽവാനിക് സെൽ. അപ്പൊ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ല് ആദ്യത്തെ സെല്ല് ഗാൽവാനിക് സെല്ലിനെ പരിചയപ്പെട്ടു. ആരിലൂടെ പരിചയപ്പെട്ടു? ഡാനിയൽ സെൽ. ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് chemical energy produced in a spontaneous chemical reaction into electrical energy. ഇവിടെ ഈ ഡിവൈസിൽ ഗിബ്സ് എനർജി ചേഞ്ചിന് ഇലക്ട്രിക്കൽ വർക്കായി മാറ്റാണ്. ഈ ഇലക്ട്രിക്കൽ വർക്കിനെയാണ് നമ്മൾ മോട്ടോർ വർക്ക് ചെയ്യാൻ, ഫാൻ വർക്ക് ചെയ്യാൻ, മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ഈ ഗാൽവാനിക് സെല്ലിനെ ഡാനിയൽ സെല്ലിലൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി
അടുത്തതായിട്ട് പറയേണ്ടത് ഈ ഡാനിയൽ സെല്ല് എവിടുന്ന് എവിടേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു ഒന്നുകൂടി ഞാൻ പറയുന്നു. ഇലക്ട്രോൺ ഫ്ലോ ഫ്രം ആനോഡ് ടു കാഥോഡ് ആൻഡ് കറണ്ട് ഫ്ലോ ഫ്രം കാഥോഡ് ടു ആനോഡ്. പ്രത്യേകം പഠിച്ചു വെക്കുക. ഇതാണ് ഒരു ഡാനിയൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഗാൽവാനിക് സെൽ. നമ്മൾ ഈ ബീക്കറൊക്കെ വരയ്ക്കുന്നതിന് പകരമായിട്ട് വളരെ ഈസി റെപ്രസെന്റ് ചെയ്യാം. ഗാൽവാനിക് സെല്ല് Zn പ്ലസ് ഡാനിയൽ സെൽ എക്സാമ്പിൾ എടുക്കാം. Zn പ്ലസ് Cu2 പ്ലസ് is Zn2 പ്ലസ് C. It can be represented like this. Zinc bar Zinc2 പ്ലസ് അഥവാ സിങ്ക് ഓക്സിഡേഷൻ നടന്നത് Zinc2 പ്ലസ് ആയി. ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu. ഈ ഡബിൾ ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സാൾട്ട് ബ്രിഡ്ജാണ്. ഇലക്ട്രോൺ ഇടത്തുനിന്ന് വലത്തോട്ട് പോകും, കറണ്ട് വലത്തു നിന്ന് ഇടത്തോട്ട് പോകും. So the concentration C1 and its concentration of electron is C2. So this is left hand side ആണ്. ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നു. ഇതിനെ ആനോഡ് എന്ന് വിളിക്കാം. ഇതിന്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ട് ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് നോൺ ആസ് ലോൺ. നെഗറ്റീവ് ചാർജ് ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് ലോൺ. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. ഇവിടെ റിഡക്ഷൻ നടക്കുന്നു. ഇതിനെ കാഥോഡ് എന്ന് വിളിക്കുന്നു. ഇതിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. So this is the representation of a galvanic cell by a UVAC. ഇങ്ങനെ നമുക്ക് ഗാൽവാനിക് സെല്ലിനെ സൂചിപ്പിക്കാം. ഏത് ഗാൽവാനിക് സെല്ലും ഈ രീതി റെപ്രസെന്റ് ചെയ്യാം ഈസി ആയിട്ട്. അപ്പോൾ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൺസിഡർ എ ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ തരാം, പകരം ചിത്രം വരച്ച് തരൂല, വളരെ ഈസി റെപ്രസെന്റ് ചെയ്യാം. സോ സിങ്കിന്റെ ഹാഫ് സെല്ലാണിത്, സിങ്ക് സൾഫേറ്റില്. കോപ്പറിന്റെ ഹാഫ് സെല്ലാണ്, കോപ്പർ സൾഫേറ്റില്. ഇത് സാൾട്ട് ബ്രിഡ്ജിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രോൺ ഫ്ലോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, കറണ്ട് ഫ്ലോ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ദിസ് ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഗാൽവാനിക് സെൽ. നമുക്കൊരു ഗാൽവാനിക് സെൽ റെപ്രസെന്റ് ചെയ്യാം. ഒരു ഗാൽവാനിക് സെൽ റെപ്രസെന്റ് ചെയ്യാം. മറ്റൊരു ഗാൽവാനിക് സെല്ല് Mg plus 2Ag plus concentration, it is C1, gives Mg2 plus C. Concentration is 1 mole. 1 mole. Concentration 1 mole. എങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Mgag. അപ്പോൾ നമുക്ക് മറ്റൊരു ഗാൽവാനിക് സെൽ റെപ്രസെന്റ് ചെയ്യാം. Mg plus 2Ag plus gives Mg2 plus Ag. എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? Mg ഓക്സിഡേഷന് വിധേയമായി. സോ Mg bar Mg2 plus concentration 1 molar, double bar Ag plus concentration 1 molar bar Ag. നോക്ക്, ഇവിടെ രണ്ട് ഏജ് ഉണ്ടെങ്കിലും ഇവിടെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു Ag പ്ലസ് റെപ്രസെന്റ് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് എ ഗാൽവാനിക് സെൽ. ഇത് മറ്റ് ഡാനിയൽ സെൽ അല്ലാത്ത ഒരു ഗാൽവാനിക് സെല്ലാണ്. അത് നമുക്ക് ഗാൽവാനിക് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഒരു ഗാൽവാനിക് സെല്ലിലെ രണ്ട് ഹാഫ് സെല്ലുകളിലും ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും +1 നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. വാട്ട് ഈസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഒരു മെറ്റൽ റോഡും ഒരു ഇലക്ട്രോലൈറ്റും തമ്മിൽ ഇന്റർഫേസിൽ കോണ്ടാക്ട് വരുമ്പോൾ അവിടെ മെറ്റൽ അയോണ് മെറ്റലായിട്ട് എന്ത് ചെയ്യാം? മെറ്റൽ റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. മറ്റൊരു ചാൻസ് മെറ്റൽ അയോൺ ആയിട്ട് സൊല്യൂഷനിലേക്ക് മാറും. സോ എ മെറ്റൽ ഇലക്ട്രോലൈറ്റും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ രണ്ട് സാധ്യതകളുണ്ട്. മെറ്റൽ അയോൺ മെറ്റലായിട്ട് മാറാം, അതോടൊപ്പം മെറ്റൽ അയോൺ ആയിട്ട് മാറാം. മെറ്റൽ അയോൺ മെറ്റലായി മാറുമ്പോൾ അവിടെ പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും. മെറ്റൽ റോഡ് മെറ്റൽ അയോൺ ആകുമ്പോൾ ഇലക്ട്രോൺ അവിടെ വിട്ടേച്ച് പോവുകയാണ്, അപ്പോൾ അവിടെ നെഗറ്റീവ് ചാർജും ജനറേറ്റ് ചെയ്യും. സോ ഒരു മെറ്റൽ റോഡും മെറ്റൽ തന്നെ ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള ഇന്റർഫേസിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ജനറേറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫലമായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. സോ സിംപിളി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ദ potential difference developed between a metal and its electrolyte. ഒരു മെറ്റലും അയാളുടെ ഇലക്ട്രോലൈറ്റും തമ്മിൽ
കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവർക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. If the concentration of electrolyte is taken as unity, അവിടുത്തെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ യൂണിറ്റി ആണെങ്കിൽ അത്തരം ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും if the concentration of electrolytes is taken as unity. So what is electrode potential? The potential difference developed between a metal and its electrolyte. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുക, അതിന്റെ മെറ്റലിന്റെയും മെറ്റൽ ഇലക്ട്രോലൈറ്റിന് ഇടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ പേര്, അതിന്റെ പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. IUPAC കൺവെൻഷൻ അനുസരിച്ച് നമ്മൾ റിഡക്ഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അഥവാ ഓക്സിഡേഷൻ ഹാഫ് സെല്ലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട്, റിഡക്ഷൻ ഹാഫ് സെല്ലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും നമ്മൾ പരിഗണിക്കുന്ന റിഡക്ഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതുകൊണ്ട് നമ്മുടെ പുസ്തകത്തിൽ അറിയപ്പെടുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. സോ IUPAC കൺവെൻഷൻ അനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് റിഡക്ഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ റിഡക്ഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ടാണ് നമ്മൾ ഇനി കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഡാനിയൽ സെല്ല് 2 ഹാഫ് സെല്ലിന്റെ Zn ബാർ Zn2 പ്ലസ് ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu. ഇവിടെയും ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, ഇവിടെയും ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യല് റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഉണ്ടായിരിക്കും. അത് മെറ്റലും മെറ്റൽ സോൾട്ടും മെറ്റലും മെറ്റൽ സോൾട്ടും. സോ എല്ലാ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും റിഡക്ഷൻ ആയി കണക്കാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗാൽവാനിക് സെല്ലിലെ 2 ഹാഫ് സെല്ലിലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെ പേരാണ് സെൽ പൊട്ടൻഷ്യൽ. സോ ദ സെൽ പൊട്ടൻഷ്യൽ is the difference between the electrode potential of 2 half cell. So E cell is equal to E right minus E left. അഥവാ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ലെഫ്റ്റ് ഹാൻഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പേരാണ് E cell. The difference between the electrode potential of 2 half cell. Also we can write E cell is equal to E cathode. കാഥോഡിലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പം നമ്മൾ 2 പ്രധാനപ്പെട്ട ടേംസ് പഠിച്ചു, ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും സെൽ പൊട്ടൻഷ്യലും. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ the potential difference developed between a metal and its electrolyte. അത് ഓക്സിഡേഷൻ ഹാഫ് സെല്ലിലും ഉണ്ടാവുന്നുണ്ട്, റിഡക്ഷൻ ഹാഫ് സെല്ലിലും ഉണ്ടാവുന്നുണ്ട്, അഥവാ കാഥോഡിലും ആനോഡിലും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ IUPAC കൺവെൻഷൻ അനുസരിച്ച് എല്ലാ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും റിഡക്ഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ റിഡക്ഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നമ്മൾ വിളിക്കുക ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയപ്പെടുന്നത്. അത് 1 മോളാർ ആണ് കോൺസെൻട്രേഷൻ എങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 2 ഹാഫ് സെല്ലിലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പേരാണ് സെൽ പൊട്ടൻഷ്യൽ. സോ E cell is equal to E right minus E left. It is also known as EMF of the cell. EMF of the cell എന്ന പേരിലും നമ്മൾ ഇയാളെ വിളിക്കാറുണ്ട്. സോ it is also known as EMF of the cell. EMF of the cell എന്നും വിളിക്കാറുണ്ട്. ഇനി ഈ സെൽ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്കറിയാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എനി ഹാഫ് സെൽ ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പോൾ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എനി ഹാഫ് സെൽ ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഓർ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പൊ നമ്മൾ ഒരു ഹാഫ് സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ചു. ആരാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് നമുക്ക് നോക്കാം.